ന്യൂസ് 16 കേരള. വിശക്കുന്ന പൗരന്മാർക്ക് ഭക്ഷണം നൽകാൻ ആനകളെ കൂട്ടക്കൊല ചെയ്യാൻ അനുമതി നൽകി സിംബാബ്വെ. ജനസംഖ്യയുടെ പകുതിയോളം പേരും കടുത്ത പട്ടിണിയുടെ അപകട സാധ്യത നേരിടുന്ന സാഹചര്യത്തിൽ വിശക്കുന്ന പൗരന്മാർക്ക് ഭക്ഷണം നൽകുന്നതിനായി 200-ലധികം ആനകളെ കൂട്ടക്കൊല ചെയ്യാൻ സിംബാബ്വെ അനുമതി നൽകി. നിലവിൽ സിംബാബ്വെ ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ വരൾച്ചയെ നേരിടുകയാണ്. ആനകളെ കൊല്ലുന്നത് കഠിനവും എന്നാൽ മാനുഷികവുമായ തിരഞ്ഞെടുപ്പാണ്. ദാഹം, പട്ടിണി എന്നിവയിൽ നിന്ന് ഇത് സംരക്ഷിക്കുന്നു. ഇത് ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ശേഷിക്കുന്ന വന്യജീവികളുടെ വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്ന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി സെക്രട്ടറി നിക് മക്വാന എക്സിലെ ഒരു പോസ്റ്റിൽ എഴുതി. സിംബാബ്വെയിൽ ആവശ്യത്തിലധികം ആനകളുണ്ടെന്ന് പരിസ്ഥിതി മന്ത്രി സിതംബിസോ ന്യോനി ബുധനാഴ്ച പാർലമെന്റിൽ പറഞ്ഞു. 40 വർഷത്തിനു ശേഷം രാജ്യം അതിൻ്റെ ആദ്യത്തെ ആനകളെ കൊല്ലുന്ന നടപടിയുമായി മുന്നോട്ടു പോകും. ഏകദേശം 1,00,000 ആനകൾ വസിക്കുന്ന സിംബാബ്വെ ബോട്സ്വാന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആനകളുടെ അമിത ജനസംഖ്യാ പ്രതിസന്ധി നേരിടുന്നു. സിംബാബ്വെ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് അതോറിറ്റി സിംപാർക്സ് പറയുന്നതനുസരിച്ച് സംരക്ഷണ ശ്രമങ്ങൾ കാരണം രാജ്യത്തെ ഏറ്റവും വലിയ റിസർവായ ഹ്വാങ്ങിൽ 65,000-ലധികം മൃഗങ്ങളുണ്ട്. രാജ്യത്ത് ആനകളുടെ അമിതമായ ജനസംഖ്യ അവയുടെ ഉപജീവനത്തിനുള്ള വിഭവങ്ങളുടെ അഭാവത്തിന് കാരണമാകുന്നു. ഇത് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ആക്കം കൂട്ടുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഒരു പ്രത്യേക പാർക്കിൽ വന്യജീവികളുടെ എണ്ണം കൂടുതലായിരിക്കുമ്പോൾ ജലമോ ഭക്ഷണമോ പോലുള്ള മറ്റു വിഭവങ്ങൾക്കായി പാർക്കിന് പുറത്തേക്ക് പോകാൻ അവർ ശ്രമിക്കും. അത് സംഭവിക്കുമ്പോൾ അവർ മനുഷ്യരുമായി സമ്പർക്കം പുലർത്തുകയും സംഘട്ടനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും, ന്യോനി പറഞ്ഞു. കഴിഞ്ഞ വർഷം സിംബാബ്വെയിൽ ആനയുടെ ആക്രമണത്തിൽ 50 പേർ കൊല്ലപ്പെട്ടിരുന്നു. രാജ്യത്തെ പാർക്കുകളിലെ തിരക്ക് കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് നശീകരണമെന്ന് സിംബാബ്വെ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് അതോറിറ്റിയുടെ വക്താവ് ടിനാഷെ ഫരാവോ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. വരൾച്ചയുടെ പശ്ചാത്തലത്തിൽ പാർക്കുകളിലെ തിരക്ക് കുറയ്ക്കാനുള്ള ശ്രമമാണിത്. സംഖ്യകൾ സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രമാണ്, അദ്ദേഹം പറഞ്ഞു. ഹ്വാങ്കെ ഉൾപ്പെടെ മനുഷ്യരുമായി ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിൽ 200 ആനകളെ വേട്ടയാടുമെന്ന് സിംപാർക്ക് ഡയറക്ടർ ജനറൽ ഫുൾട്ടൺ മഗ്വാനിയ പറഞ്ഞു. സിംബാബ്വെ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും കഠിനമായ വരൾച്ചയോട് പൊരുതുകയാണ്. ഈ മേഖലയിലുടനീളം 68 ദശലക്ഷം ആളുകളെ ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു. അയൽരാജ്യമായ നമീബിയ പോലെ സിംബാബ്വെയും വരൾച്ച കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കയിലെ ഒരു കൂട്ടം രാജ്യങ്ങളിൽ ഒന്നാണ്. എൽനിനോ പ്രതിസന്ധി രൂക്ഷമാക്കിയത് പ്രകൃതിദത്തമായ കാലാവസ്ഥാ രീതി. ഈ പ്രദേശത്ത് തുടക്കം മുതൽ വളരെ കുറച്ച് മഴ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. വിളകൾ വാടിപ്പോകുകയും വിളവെടുപ്പ് കുറയുകയും ചെയ്യുന്നതിനാൽ പല പ്രദേശങ്ങളിലും ഭക്ഷണം കുറവാണ്. 83 ആനകൾ, 30 ഹിപ്പോകൾ, 60 എരുമകൾ കൂടാതെ 50 ഇംപാലകൾ, 100 നീലക്കാട്ടുപോത്ത്, 300 സീബ്ര, 100 ഇലാന്റുകൾ എന്നിവയെ കഴിഞ്ഞ മാസം കൊന്നൊടുക്കിയ നമീബിയയ്ക്ക് സമാനമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യം ആലോചിക്കുന്നതായി പരിസ്ഥിതി മന്ത്രി സിതംബിസോ ന്യോനി വോയിസ് ഓഫ് അമേരിക്കയോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.